അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കേരള ബാങ്കിൽ ജോലി നേടാനുള്ള അവസരം വന്നിട്ടുണ്ട്. PSC പരീക്ഷ എഴുതാതെ ഇന്റർവ്യൂ അടിസ്ഥാനമാക്കി ജോലി നേടുന്ന ഈ തസ്തികകളിലേക്ക് 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കേരള ബാങ്കിൽ ഏതാണ് ആ തസ്തിക, അതുപോലെ തന്നെ അതിൻ്റെ യോഗ്യത എന്താണ്, അതുപോലെ തന്നെ എത്ര എന്നുവരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ ആർക്കൊക്കെ അപേക്ഷിക്കാം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അപേക്ഷിക്കാമോ, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ കേരള ബാങ്ക് 350 ഗോൾഡ് അപ്രൈസർമാരുടെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. താൽക്കാലിക ഒഴിവുകളാണ്. അത് കമ്മീഷൻ വ്യവസ്ഥയിലാണ് നിയമിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഒഴികെയുള്ള 350ഓളം ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് വന്നിട്ടുള്ളത്. അത് എല്ലാ ശാഖകളിലും ഒഴിവുകളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ മാറ്റു പരിശോധിക്കാൻ, അതായത് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഏജൻസി നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ളവർക്കും, അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും തന്നെ അംഗത്വമുള്ളവർക്കും ഒക്കെ തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സ്വർണ്ണപ്പണിയിൽ കുറഞ്ഞത് 5 വർഷമെങ്കിലും പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇന്റർവ്യൂവിൻ്റെയും പ്രായോഗിക പരിജ്ഞാന പരിശോധന, പോലീസ് വെരിഫിക്കേഷൻ, ക്ലിയറൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം PSC പരീക്ഷ എഴുതിയാൽ പല ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കത്തില്ല, അല്ലെങ്കിൽ ജോലി കിട്ടില്ല, മാർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർക്കൊക്കെ തന്നെ ഇത് ഇന്റർവ്യൂവിൻ്റെയും പ്രായോഗിക പരിജ്ഞാന പരിശോധനയുടെയും പോലീസ് വെരിഫിക്കേഷൻ, ക്ലിയറൻസിന് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഓരോ ജില്ലയിലും അപേക്ഷിക്കുന്നവർ ആ ജില്ലയിലെ കേരള ബാങ്കിൻ്റെ ഏത് ശാഖയിലും ജോലി ചെയ്യാൻ സന്നദ്ധനായിരിക്കണം. അപ്പോൾ ഓരോ ജില്ലയിലും നിങ്ങൾക്കറിയാം, കേരള ബാങ്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ ആ ഓരോ ജില്ലയിലും അപേക്ഷിക്കുന്നവർക്ക് അവർ ആ ജില്ലയിൽ അതാത് ജില്ലകളിലെ ശാഖയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സന്നദ്ധരായിരിക്കണം. ബാങ്ക് നിഷ്കർഷിക്കുന്ന സെക്യൂരിറ്റി തുക, അതുപോലെ തന്നെ ഇൻഡെമിനിറ്റി ബോണ്ട്, ബാങ്കിന് സ്വീകാര്യമായ പൊതുസമ്മതനായ 2 വ്യക്തികളുടെ ജാമ്യം എന്നീ നിയമന സമയത്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഒരാൾ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷിക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരാൾ ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല. അപേക്ഷ സമർപ്പിക്കാൻ ചെയ്യേണ്ട എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കേരള ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ തയ്യാറാക്കിയ അപേക്ഷ ബാങ്കിന്റെ റീജിയണൽ ഓഫീസ്, ജില്ലാ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 4-ാം തീയതി 3 PM വരെയാണ്. 3 PM വരെ, ഒക്ടോബർ 4-ാം തീയതി 3 PM വരെയാണ്. വിശദ വിവരങ്ങൾക്ക് www.keralabank.co.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഏജ് ഓവറായ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു സുവർണ അവസരമാണ്. അപ്പോൾ നിങ്ങൾ കേരള ബാങ്ക് www.keralabank.co.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിച്ചാൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ ഒക്ടോബർ 4-ാം തീയതി 3 PM വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. അപ്പോൾ ഇതിലേക്ക് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തന്നെ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ വരാറുണ്ട്. വരുന്ന അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്ത് ഇതിൽ നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി JKR അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി ഞാൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുള്ളൂ. നിങ്ങൾ എല്ലാവരും നമ്മുടെ
JKR അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഏജ് ഓവർ ആയിട്ടുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പുതിയ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനത് നോട്ടിഫിക്കേഷനുകൾ അപ്പോൾ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും എല്ലാവരും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിന്റെ ലിങ്കുകളൊക്കെ തന്നെ എല്ലാവർക്കും പല ഗ്രൂപ്പുകളിലേക്കൊക്കെ തന്നെ ഇട്ട് കൊടുത്ത് എല്ലാവരെയും നമ്മുടെ ചാനലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.